ഹായ് ഫ്രണ്ട്സ്, എൻ്റെ യൂട്യൂബ് ചാനലിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് D2Hൻ്റെ മറ്റൊരു ഇൻഫർമേഷനുമായിട്ടാണ്. നമ്മുടെ പഴയ ഓൾഡ് ബോക്സ് വീഡിയോകോൺ ആയിരുന്ന സമയത്തുണ്ടായിരുന്ന ഓൾഡ് ബോക്സുകൾ, SD ബോക്സുകൾ, HD ബോക്സുകളിലൊക്കെ വരുന്ന ഫേവറേറ്റിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ചാനൽ നമ്പർ മാറിയതിന് ശേഷം ചിലയിലൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് ആദ്യം മെനു ബട്ടൺ അമർത്തിയതിന് ശേഷം സെറ്റപ്പിൽ ഫാക്ടറി റീസെറ്റ് ചെയ്യുക. ഫാക്ടറി റീസെറ്റിൽ ഓക്കെ ബട്ടൺ അമർത്തിയതിന് ശേഷം റീബൂട്ടായി വരും. ഇത് ഇപ്പോൾ ആദ്യം നമ്മൾ ഫേവറേറ്റ് ആക്കിയിട്ട ചില സെറ്റ് ബോക്സുകളിൽ ലഭിക്കാതെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് റീസെറ്റ് ചെയ്യുന്നത്. എന്നിട്ട് വേണം ഫേവറേറ്റ് കൊടുക്കാൻ. എന്നാലേ 1 മുതൽ 80 ചാനൽ വരെ നമുക്ക് ഇതിൽ ഓർഡറായി സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ലോഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സ്കാനിങ്ങിലേക്ക് കടന്നു. ചാനലൊക്കെ വീണ്ടും സ്കാൻ ആയിക്കൊണ്ടിരിക്കുന്നു. 100%. അങ്ങനെ ചാനലൊക്കെ സ്കാനിങ് ആയി റീസെറ്റായി ഇപ്പോൾ ഹോം ചാനലിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഹോം ചാനലാണ് ഇട്ടിട്ടുള്ളത്. ഇനി നമുക്ക് ഹോം ചാനലിൻ്റെ ലാംഗ്വേജ് ചോദിക്കുന്നുണ്ട്. അത് ഏത് വേണമെങ്കിലും കൊടുക്കാം. ഡിഫൾട്ടോ മലയാളമോ ഇംഗ്ലീഷോ ഏത് വേണമെങ്കിലും കൊടുക്കാം. ഞാൻ മലയാളം കൊടുത്ത് സെലക്ട് ചെയ്തു. ഇനി നമുക്ക് മലയാള ചാനലിലേക്ക് മാറ്റാം. എന്നിട്ട് ഫേവറേറ്റ് കൊടുത്ത് നോക്കാം. ഇനി D2Hൻ്റെ റിമോട്ട് എടുത്തിട്ട് അതിൽ മെനു ബട്ടൺ പ്രസ് ചെയ്താൽ ഒരുപാട് ഓപ്ഷനുകൾ വരും. അതിൽ നമുക്ക് വേണ്ടത് ഫേവറേറ്റ് ആണ്. സെറ്റപ്പിൻ്റെ താഴെയായിട്ട് ഫേവറേറ്റ് കാണാം. ഫേവറേറ്റിൽ സെലക്ട് ചെയ്താൽ യൂസർ 1, യൂസർ 2, യൂസർ 3, യൂസർ 4 എന്ന് പറഞ്ഞിട്ട് കാണാം. അതിലെല്ലാം ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഓരോന്നിൽ 20 വെച്ചാണ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൽ നമുക്ക് യൂസർ 1ൽ എഡിറ്റ് കൊടുത്ത് നോക്കാം. എഡിറ്റിൽ സെലക്ട് ചെയ്താൽ പിന്നെ നമുക്ക് ഫേവറേറ്റിൻ്റെ ഓപ്ഷനിലേക്ക് എത്തി. ഇനി നമുക്ക് വേണ്ടത് യൂസർ 1 എന്ന് കാണാം നിങ്ങൾക്ക് വലതു ഭാഗത്തായിട്ട്. അതിലേട്ടാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിന് റിമോട്ടിൽ എടുത്തിട്ട് ഗ്രീൻ ബട്ടൺ പ്രസ് ചെയ്താൽ ആ ഭാഗത്തേക്ക് 1, 2 എന്ന് പറഞ്ഞ് ചാനലുകളെല്ലാം ആഡായി കൊടുക്കും. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട അനുസരിച്ച് ആദ്യം വേണ്ട ചാനലുകളൊക്കെ നമ്മൾ ആഡാക്കി കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ ആ ചാനൽ സെലക്ട് ചെയ്തതിന് ശേഷം ഗ്രീൻ ബട്ടൺ അമർത്തി കൊടുത്താൽ ഫുൾ ചാനൽ ആഡായി കൊടുക്കും. ഇപ്പോൾ 20 ചാനലോളം ആഡായി. ഇനി റിമോട്ടിൽ ബാക്ക് ബട്ടൺ അമർത്തിയതിന് ശേഷം യെസ് കൊടുക്കുക. ഇനി ഞാൻ യൂസർ 2ലും സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഓൾറെഡി അതിലൊരു 21 ഒരു ഇബാദത്ത് ആക്റ്റീവ് എന്ന് പറഞ്ഞ ഒരു സർവീസ് ചാനൽ ആഡായി കിടക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് റിമൂവ് ചെയ്യാം. അതിന് റെഡ് ബട്ടൺ അമർത്തിയാൽ അത് റിമൂവ് ആയി പോവും. അത് റിമൂവ് ആയിപ്പോയി. ഇനി ഞാൻ അതിൽ 20 പുറമുള്ള ചാനലുകൾ ഇതിൽ ബാക്കി ആഡ് ചെയ്യാണ്. 21 മുതൽ നമ്മൾ ആഡ് ചെയ്തു. അതേ സെയിം തന്നെയാണ്. ഗ്രീൻ ബട്ടൺ അമർത്തി ആഡാക്കി കൊടുക്കാം. ഈ ചാനൽ കാണുന്ന എല്ലാ ആളുകളും ഇതുപോലത്തെ വീഡിയോകൾ ലഭ്യമാവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. പിന്നെ പറയാനുള്ളത് 1 കഴിഞ്ഞാൽ പിന്നെ 20 വരെ പോകുള്ളൂ. 20ൽ നിന്ന് പിന്നെ വീണ്ടും 1ലോട്ടാണ് വരിക. അപ്പോൾ നമ്മൾ 21 മുതൽ ലഭ്യമാവാൻ 21 അടിച്ച് കൊടുക്കണം. അവിടെ നിന്ന് അങ്ങനെ 40ക്ക് പോകും. പിന്നെ 21ലേക്ക് തന്നെ തിരിച്ചു വരും. അങ്ങനെയാണ് കിട്ടുക. നമ്പർ അടിച്ചു കൊടുത്താൽ മതി എന്നുള്ളൂ. അപ്പ് ബട്ടൺ നിൽക്കുക നേരെ 20ന്ന് 21ക്ക് പോകില്ല. ഞാൻ 10-30 ചാനലുകളോളം ആഡ് ചെയ്തു. ഇനി ബാക്ക് ബട്ടൺ അമർത്തി യെസ് കൊടുക്കുക. അപ്പോൾ യൂസർ 2ലും ഉണ്ടാക്കി. ഇനി നമുക്ക് ചാനലുകളൊക്കെ ഫേവറേറ്റിലായത് ഒന്ന് ഇട്ട് നോക്കാം. അതാ നമ്മൾ ആഡ് ചെയ്തൊക്കെ നമ്മൾ ഇഷ്ടപ്പെട്ട ചാനലുകളൊക്കെ ഇഷ്ടപ്പെട്ട നമ്പറിലായി. ഇതുപോലെ ചെയ്താൽ നിങ്ങൾക്കും ഇതുപോലെ ചാനൽ നമ്പർ ആക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് 21 അടിച്ചു നോക്കാം. 21 മുതൽ യൂസർ 2ലുള്ള ചാനലുകളും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെന്ന് തോന്നുന്നു. ഇതുപോലത്തെ മറ്റു വീഡിയോകൾ ലഭ്യമാവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും താങ്ക്സ്.